യാതൊരു അടിസ്ഥാനവുമില്ലാതെ മിത്തുകളെ ചരിത്രത്തോടും ശാസ്ത്രത്തോടും കൂട്ടിക്കെട്ടുന്ന സമീപനങ്ങളെ, ഒന്നുകൂടി പതിക്കറിയാം, യാതൊരു അടിസ്ഥാനവുമില്ലാതെ മിത്തുകളെ ചരിത്രത്തോടും ശാസ്ത്രത്തോടും കൂട്ടിക്കെട്ടുന്ന സമീപനങ്ങളെ, ഉദാഹരണത്തിന് ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടാക്കാം എന്ന് തുടങ്ങിയ പരാമർശങ്ങളിലൂടെ ഒരു സമൂഹത്തെ അപമാനിച്ച ഉദിത് ചൈതന്യയോടൊന്നും താങ്കളെപ്പോലുള്ളവർ ഇതുവരെ എവിടെയും മറുപടിയൊന്നും കൊടുത്തു കണ്ടില്ല. ഭാരതത്തിൻ്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഇപ്പറഞ്ഞ അളിഞ്ഞ അപഹാസ്യതകൾക്ക് അപ്പുറമല്ലേ? അത് ഉയർത്തിക്കാട്ടാൻ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയോടാണ്. സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയുടെ പ്രഭാഷണങ്ങളിൽ സ്വാഭാവികമായി തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യനാണ്, മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കാം. പക്ഷേ ആ തെറ്റ് സ്വയം തിരിച്ചറിഞ്ഞാലോ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ തിരുത്തുക എന്നുള്ളത് അത് മനുഷ്യന് ആവശ്യമുള്ള അനിവാര്യമായ സ്വഭാവവിശേഷമാണ്. അതിന് വിരുദ്ധമായി സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞ വ്യക്തി ഇക്കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് ഒളിച്ചൊരു സ്ഥലത്ത് ഇരിക്കുന്ന ആളല്ല, നിത്യവും സമാജവുമായി ബന്ധപ്പെടുന്ന ആളാണ്. ഏത് പ്രഭാഷണത്തിൽ പോയാലും ചോദ്യോത്തരങ്ങൾ അനുവദിക്കാറുണ്ട്. അത് കൂടാതെ ആർക്കും പ്രാപ്യനുമാണ്, അപ്രാപ്യനൊന്നുമല്ല. നമ്മളെ ചുറ്റും കുറേ ബലവാന്മാരെ വെച്ചിട്ട് ആരെയും അടുപ്പിക്കാത്ത രീതിയിലുള്ള സഞ്ചാരങ്ങളൊന്നും നമുക്ക് പതിവില്ല. നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അത് അറിയുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്താ അങ്ങനെ വിഡ്ഢിത്തം പറഞ്ഞത് എന്ന് ചോദിക്കാം. ഇനി ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയില്ല. അറിയാത്ത വിഷയം എങ്ങനെയാ പറയുക? ഇപ്പോൾ നമ്മുടെ ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അത് ലബോറട്ടറിയിൽ ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷേ വലിയ പ്രയാസമുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ 22 കാരറ്റ് സ്വർണം വേർതിരിച്ചു എന്നല്ല പറഞ്ഞത്, ഗോൾഡ് പാർട്ടിക്കിൾസ് വേർതിരിച്ചിട്ടുണ്ട്. അത് ഗോൾഡ് കണ്ടന്റ് വളരെ കൂടുതലാണ് ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ എന്നുള്ളത് സ്ഥാപിതമായ വിഷയമാണ്. അതുപോലെ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാത്തത് പറയില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്ന് ഞാൻ വായിച്ച സയന്റിഫിക് ആർട്ടിക്കിൾ, ശാസ്ത്രീയ ലേഖനം, അത് വിഡ്ഢിത്തമായിരുന്നു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ പിന്നെ ഞാൻ പറയുകയില്ല. ഇന്ന് വരെ ആരും അത് എതിർത്തിട്ടില്ല. ചാണകത്തുനിന്ന് പ്ലൂട്ടോണിയം എനിക്ക് അറിയാത്ത വിഷയമാണ്. അപ്പൊ ഇത് പറയുന്ന ആൾ ഇപ്പോൾ ജീവനോട് കൂടിയുള്ള ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം സമാജത്തിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്. പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹങ്ങളും മറ്റുമുണ്ട്. ആർക്കും സമീപിക്കാം, ചോദിക്കാം, എന്താ അങ്ങനെ പറഞ്ഞത് ബ്രഹ്മചാരി, അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ശാസ്ത്രീയത ഇതിനുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കാം. അപ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ തിരുത്തിയില്ല, മറ്റൊരാളെ തിരുത്താൻ ഞാനാരാ? നമുക്കെന്ത് അധികാരം? അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ തിരുത്താനുണ്ടാവും. ഒരു തലമുടി കൊണ്ടുവന്നിട്ട് ഇത് മുഹമ്മദ് നബിയുടെ തലമുടിയാണ്, ഇത് മുഹമ്മദ് നബിയുടെ തലമുടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വലിയ ധനസമാഹരണം ചെയ്ത് പള്ളി പണിയുന്നുണ്ട്. അതിനെ ഞാനാരാ എതിർക്കാൻ? അതിനെ ഞാനാരാ അനുകൂലിക്കാൻ? അതെൻ്റെ വിഷയമല്ല. അത് ശരിയാണോ തെറ്റാണോ അദ്ദേഹത്തിനെ അറിയുള്ളൂ, എനിക്കറിയില്ല. അല്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബിയുടെ തലമുടി അല്ലാന്ന്? എനിക്ക് പറയാൻ പറ്റുമോ മുഹമ്മദ് നബിയുടെ തലമുടി ആണെന്ന്? രണ്ടും പറയാൻ എനിക്ക് പറ്റില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് തിരുശേഷിപ്പുകളുമായിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ട്. 100 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച പുണ്യാളന്മാരുടെ ശരീരാവശിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ല്, അവരുടെ ശിരസ്, അവരുടെ ശരീരം, അത് ഇത് ഒക്കെ കൊണ്ട് ഗ്ലാസ് ചേംബറിലാക്കിയിട്ട് എഴുന്നള്ളിക്കും. ഭക്തന്മാർ പോയി വണങ്ങും.
ഇതൊക്കെ വെഡിത്താണ് എന്ന് പറയാൻ എനിക്ക് എന്താ അധികാരം, ഇത് അവരുടെ തിരുശേഷിപ്പൊന്നും അല്ല എന്ന് പറയാൻ ഞാനാരാ? ചിന്തിച്ചു നോക്കൂ. നിവർത്തി പിടിച്ച വാളിന്റെ ഉള്ളിലൂടെ ഞാൻ ഓടിയ ചരിത്രമൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കെങ്ങനെ അറിയാം? അസിപത്രകാനനം എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ. അപ്പൊ ഈ അസിപത്രകാനനത്തിന്റെ മധ്യത്തിലൂടെ ഇയാൾ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കെങ്ങനെ അറിയും? ഞാൻ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് അത് എതിർക്കാൻ പറ്റുമോ? ഇല്ല. അനുകൂലിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എൻ്റെ പണി നോക്കുന്നു. എനിക്ക് അറിയുന്നതും എൻ്റെ അനുഭവത്തിൽപ്പെട്ടതും എൻ്റെ ബുദ്ധിക്ക് ഉത്തമ ബോധ്യമുള്ളതും മാത്രമാണ് ഞാൻ പറയണത്. അത്രയല്ലേ പറയാൻ നോക്കൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരുത്താൻ ഞാനാര്? താങ്കളെ പോലുള്ളവർ ഇതുവരെയും മറുപടിയൊന്നും കൊടുത്തു കണ്ടില്ല. ഇത്തരമൊരു സന്ദർഭം വന്നാൽ കൊടുക്കും. സന്ദർഭം വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയാണോ? ചോദ്യം എന്നോടാണെങ്കിൽ മാത്രം ഞാനതിന് മറുപടി പറയും, അല്ലെങ്കിൽ പറയില്ല, കയറി പറയില്ല. ഇതൊക്കെ സാമാന്യ മര്യാദകളുണ്ട് വ്യവഹാരത്തിൽ. അത് നമ്മൾ ശീലിക്കും. സത്യമാണോ അസത്യമാണെന്ന് അറിയാത്ത ഒരാൾ എങ്ങനെയാ അതിനെ കുറിച്ച് അഭിപ്രായം പറയുക? ഇനി തെറ്റാണെന്ന് അറിഞ്ഞാൽ ഞാൻ കയറി അഭിപ്രായം പറയുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ എന്തെല്ലാം നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതൊക്കെ നിരീക്ഷിച്ച് അതിനൊക്കെ മറുപടി പറയേണ്ട ആൾക്കാരാ നമ്മൾ. ഭാരതത്തിന്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഇപ്പറഞ്ഞ അളിഞ്ഞ അപഹാസ്യതകൾക്ക് അപ്പുറമല്ലേ ഈ ഒന്നിനെ അളിഞ്ഞ അപഹാസ്യതയാന്ന് മുദ്ര കുത്താതിരിക്കുക. അതാദ്യം ശ്രദ്ധിക്കുക. തെറ്റുകളും ശരികളും ഉണ്ടാവാം. നമ്മുടെ ഒരു ഹ്രസ്വദൃഷ്ടി മാത്രം വെച്ച് അത് തെറ്റെന്ന് മുദ്ര കുത്തരുത്, അത് ശരിയെന്ന് മുദ്ര കുത്തരുത്. ഭാഷ കൂടി ശുദ്ധമാവണം, നന്നാവണം. അത് ഉയർത്തിക്കാട്ടാൻ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിന്റെ കാരണം എന്തൊക്കെയാണ്? അത് ഭാരതത്തിന്റെ ശരിയായ ശാസ്ത്ര പൈതൃകം ഉയർത്തി കാണിക്കാൻ എത്ര എത്ര മഹാത്മാക്കൾ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്ര ഉന്നതമായ പൈതൃകം ഉണ്ടെന്ന് നമ്മളൊക്കെ അറിഞ്ഞത്. ഈ എഴുതിയ ആളും ഈ വായിക്കുന്ന ആളും അറിഞ്ഞത്. ഗുരുനാഥന്മാര്, മഹാപുരുഷന്മാര്, തത്വജ്ഞാനികള് ഉപദേശിച്ചത് കൊണ്ടല്ലേ നമുക്കൊക്കെ അറിഞ്ഞത് ഇത്ര വലിയ മഹത്തമമായ ഒരു പൈതൃകം ഭാരതത്തിനുണ്ടെന്ന്. നേരെ മറിച്ച് വിദ്വാൻമാർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയോ? പിന്നെന്താ ആരും ഇതുവരെ പരിശ്രമിക്കാത്തതിൻ്റെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മളെ ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് വിളിച്ചു. പ്രഭാഷണത്തിനെ വിളിച്ചിട്ട് സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞു, ഇന്നത്തെ സമൂഹത്തിന് യാതൊരു മൂല്യബോധവുമില്ല. ഇപ്പൊ ശുദ്ധ മൂല്യങ്ങളെ കുറിച്ച് ചിദാനന്ദപുരസ്വാമി നമ്മളോട് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും മൂല്യബോധം ഇല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അംഗ ഞാനും. പിന്നെ ഞാനകത്ത് പ്രസംഗിക്കാൻ അധികാരം എനിക്കെന്താ ഉള്ളത്? അപ്പൊ എനിക്കും മൂല്യബോധം ഇല്ലല്ലോ. പിന്നെ നിങ്ങളെന്തിനാ എന്നെ പ്രസംഗിക്കാൻ പറയുന്നേ? അതുകൊണ്ട് ആരും ബോധിപ്പിക്കുന്നില്ല എന്നുള്ളത് ദയവ് ചെയ്ത് ഈ സഹോദരൻ പറയാതിരിക്കുക. എത്രയോ മഹാപുരുഷന്മാര് നമ്മെ അറിയിച്ചത് കൊണ്ടാണ് നാം അറിഞ്ഞത്. അത് ഓർമ്മിക്കുക.